വീട് പണിയുന്ന സമയത്ത് മെയിനായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രീഷ്യൻ വന്നിട്ട് പറയും ഇത് എൻ്റെ ജോബല്ല, പ്ലംബർ വന്നിട്ട് പറയും ഇത് മറ്റേ സിവിൽ വർക്കുകാർ ചെയ്തു തരേണ്ട വർക്കായിരുന്നു, കാർപ്പൻറ്റർ വന്ന് പറയും ഇത് ഞാൻ ചെയ്തിട്ട് ഇത് മറ്റേ ആൾക്കാർ വന്നിട്ട് ഇത് പിടിച്ചിളക്കിയപ്പോഴാണ് ഇത് ഇളകി പോകുന്നത്. അങ്ങനെ റീസൺസ് പലതാണ്. ഇന്ത്യൻ്റെ നഷ്ടം വരുന്നത് ഒരു കസ്റ്റമർക്ക് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഒരു 1 പോയിന്റ് ആയിട്ട് ഒരു നല്ലൊരു അറിയാവുന്ന വർക്കെല്ലാം അറിയാവുന്ന ഒരു സൂപ്പർവൈസർ അവിടെ ഉണ്ടെങ്കിൽ, ഒരു എഞ്ചിനീയർ ടെക്നിക്കൽ പേഴ്സൺ ഒരു എഞ്ചിനീയർ അവിടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കുറേ വർക്ക് ഇന്റർ റിലേറ്റഡ് ആണ്. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഫോൾ സീലിംഗ് ചെയ്യുന്നുണ്ട്, ഫോൾ സീലിംഗിന്റെ ബോർഡ് അടിച്ചിട്ട് വേണം നമുക്ക് ഇലക്ട്രിക്കലിന്റെ പോയിന്റ് ഇടാനായിട്ട്. ആ സമയം ഇലക്ട്രീഷ്യൻ പറയാണ് ഞാൻ ഇതല്ല ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ കുറേ വരാൻ ചാൻസ് ഉണ്ട് വീട് പണി ഇൻ ഫ്യൂച്ചർ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ. ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ അവിടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പുള്ളി ഇന്റീരിയർ വർക്ക് കോർഡിനേറ്റ് ചെയ്യും, ബാക്കി ഇലക്ട്രിക്കലും പ്ലംബിങ്ങിന്റെ കോൺട്രാക്ടറുടെ സ്കോപ്പിലല്ലാത്ത വേറെ കുറെ വർക്ക്സ് ഉണ്ടാവും. ക്ലയന്റിന്റെ സ്കോപ്പിൽ ചെയ്യുന്ന ലാൻഡ്സ്കേപ്പ്, ഓട്ടോമേഷൻ, AC ഇങ്ങനത്തെ വർക്കും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ മാത്രമേ ഈ വീടിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ഇത് ഫിനിഷ് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് കുറെ പോർഷൻ ഇങ്ങനെ ബ്രേക്ക് ആയി കിടക്കും. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ വർക്കും കോർഡിനേറ്റ് ആവുകയും ചെയ്യും. പറഞ്ഞ ടൈമിലി ഡെലിവറിയും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും.